അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ പറയാൻ കാരണം എന്താ വെച്ചാൽ ചാലക്കുടിയിൽ ഇങ്ങനെ ദോശ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ എൻ്റെ അറിവിൽ ഭയങ്കര കുറവാണ്. പിന്നെ ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ ചാലക്കുടി സൗത്തിൽ നിന്ന് പോയി കഴിക്കാവുന്ന സ്ഥലങ്ങളും വളരെ കുറവാണ്. പിന്നെ അത്യാവശ്യം വൃത്തിയിലും വെളുപ്പിലും കിട്ടുന്ന സ്ഥലങ്ങളും ചാലക്കുടിയിൽ കുറവാണ്. ഈ ഷോപ്പിൻ്റെ പേര് സന്ധ്യാസ് കോഫി ഷോപ്പ് എന്നാണ്. ഇവിടെ ദോശ, ഇഡ്ഡലി, പിന്നെ അത് മാത്രമല്ല ഈ ദോശയൊക്കെ നമുക്ക് ലൈവായിട്ട് അവർ ഉണ്ടാക്കി തരും. അതിൽ നെയ്യൊക്കെ ഒഴിച്ച് തിന്നുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. അതിൽ കൂടെ ചട്നി, സാമ്പാർ, പിന്നെ ഒരു ചമ്മന്തി ഒക്കെ സാധാരണ നമ്മൾ ദോശയൊക്കെ കഴിക്കണ പോലെയൊക്കെ തന്നെ. പിന്നെ ഇഡ്ഡലി വരുന്നുണ്ട്, പൂരി വരുന്നുണ്ട്, കഞ്ഞി ഉണ്ടെന്ന് തോന്നണേ, അത് കറക്റ്റ് അറിയില്ല കഞ്ഞി ഉണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഉച്ചക്കലത്തെ മെനു വേണമെന്നുണ്ടെങ്കിൽ അവരെ ഒരു നമ്പർ അവർ തരും, ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കലത്തെ മെനു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഞങ്ങളവിടെ പോയി കഴിഞ്ഞാൽ മിക്കപ്പോഴും കഴിക്കേണ്ടതാണ് ഈ സാധനം. ആദ്യം കാടമുട്ട ഉണ്ടായിരുന്നു, കുറച്ച് ദിവസമായിട്ട് കാടമുട്ട ഇല്ല. പകരം കോഴിമുട്ട ഉണ്ട്. അതിന് കൂടെ ഇങ്ങനെ ഒരു ചമ്മന്തി വെച്ച് തരും. അത്യാവശ്യം നല്ല എരിവുള്ള ചമ്മന്തിയാണ് കേട്ടോ. എന്നാലും ഞാനൊരു 2 ഒക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ നാക്ക് പൊട്ടിയണ കാരണം നല്ല എരിവായി, അപ്പോൾ അത് കഴിക്കാൻ പറ്റാണ്ടായി. അപ്പോൾ ഞാൻ ചമ്മന്തിക്ക് അവിടെ തെച്ച് വെച്ചിട്ട് മുട്ട മാത്രം എടുത്ത് കഴിച്ചു തുടങ്ങി. സംഭവം എന്തായാലും അടിപൊളിയാണ്. ദോശ 3-4 മേടിച്ച് തിന്നു. പിന്നെ ദോശ കഴിഞ്ഞപ്പോൾ ഒരു അപ്പം മേടിച്ച് തിന്നു. അങ്ങനെ അടിപൊളിയായിട്ട് കഴിച്ചു. അത്യാവശ്യം നല്ല അറ്റ്മോസ്ഫിയറും കൂടിയാണ്. ചായ, കാപ്പി, ബൂസ്റ്റ്, ഹോർലിക്സ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ കാലത്ത് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മെനു കാര്യങ്ങൾ അറിയാം. ഷോപ്പിൻ്റെ പേര് പറയുന്നത് സന്ധ്യാസ് കോഫി ഷോപ്പ് എന്നാണ്. സ്ഥലം പറയുന്നത് ചാലക്കുടി സൗത്തിൽ നിന്ന് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകണ വഴിയിൽ വലത്തെ സൈഡിൽ കാണുന്നത്. അവിടെ ടൈമും കാര്യങ്ങളാണ് എഴുതി വെച്ചാണത്. അത്യാവശ്യം നല്ല വൃത്തിയിലും വെടുപ്പിലൊക്കെ നമുക്ക് സംഭവം കിട്ടുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ.